അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന പച്ചക്കറികളിൽ കൂടിയ അളവിൽ കീടനാശിനിയുണ്ടെന്ന് നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ കേരളത്തിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളിലും മാരകമായ കീടനാശിനി സാന്നിധ്യമാണുള്ളത്. തമിഴ്നാട്ടിലെ പച്ചക്കറിയിലെല്ലാം വിഷമാണ്. അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന പച്ചക്കറിയാണോ? എന്നാൽ സൂക്ഷിക്കുക, മുഴുവൻ വിഷമായിരിക്കും. പലപ്പോഴും കേൾക്കുന്ന കാര്യമാണിത്. എന്നാൽ ഇത് മാത്രമല്ല, കേരളത്തിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറിയിലും സമാന അവസ്ഥയാണ്. പക്ഷേ അന്യസംസ്ഥാനത്തിൽ നിന്ന് എത്തുന്ന പച്ചക്കറിയുടെ അത്രയും കൂടിയ അളവിൽ കീടനാശിനി ഇല്ല എന്ന് മാത്രം. വെള്ളയാണി കാർഷിക കോളേജ് ലാബിൽ സേഫ് ടു ഈറ്റ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ആലപ്പുഴ, വയനാട്, കൊല്ലം ജില്ലകളിലെ 19 ബ്ലോക്കുകളിൽ നിന്നും 6 മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഒരു കോർപ്പറേഷനിൽ നിന്നും ശേഖരിച്ച 195 സാമ്പിളുകളായിരുന്നു പരിശോധനയ്ക്ക് അയച്ചത്. ഇതുമാത്രമല്ല, സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യത്തിലും വലിയ മാറ്റമൊന്നുമില്ല. കീടനാശിനി ഉപയോഗം കുറയ്ക്കാൻ കൃഷി വകുപ്പ് അടക്കം കർഷകരോട് ആവശ്യപ്പെടുമ്പോഴും പലരും ഇത് കേൾക്കാറില്ല. നിലവിൽ 3 മാസം കൂടുമ്പോൾ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുന്നത് മാത്രം തുടരുകയാണ്. സ്വന്തം വീട്ടുവളപ്പിൽ അത്യാവശ്യത്തിന് പച്ചക്കറികൾ കൃഷി ചെയ്യുക എന്നതൊരു മാർഗമാണ്. അതേപോലെ ഇത്തരം പച്ചക്കറികൾ വാങ്ങുമ്പോൾ കൃത്യമായി വൃത്തിയാക്കി കഴുകി മാത്രം സൂക്ഷിക്കുക എന്നത് ഒരു പോംവഴിയും. ന്യൂസ് ഡെസ്ക് സിമലം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.